Hello guys, today I'm very excited to bring you this beast, the Volkswagen Golf GTI Autobahn. And we're asking this question, is it worth spending all that money on the new one? ആദ്യമേ ഒന്ന് തന്നെ പറഞ്ഞോട്ടെ, ഇന്ത്യയിൽ 150 ഇറങ്ങി മണിക്കൂറുകൾക്കകം വിറ്റുപോയതിൽ അത്ഭുതമില്ല. ഈ പർട്ടിക്കുലർ കാർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. ബിഗ് ഷൗട്ട് ഔട്ട് ടു ജിതിൻ ചെറിയൻ കുര്യൻ ടു ലെറ്റ് മീ ഡ്രൈവ് ആൻഡ് റെക്കോർഡ് മൈ ഡേ. ഞങ്ങൾ ആദ്യമേ തന്നെ വണ്ടിയുമായി കാർ വാഷ് ചെയ്യാമെന്ന് കരുതി. ഇൻറ്റീരിയർ വളരെ ബെസ്റ്റാണെങ്കിലും നമുക്ക് ബോധഡാകുകയില്ല, ബിക്കോസ് ഷിയർ പ്ലഷർ ഈസ് ഓൾവേസ് അണ്ടർ ദ ഫുഡ് വെൻ യു ആർ ഡ്രൈവിംഗ് എ കാർ. ടോപ്പ് നോച്ച് ഇൻറ്റീരിയർ, ബെസ്റ്റ് സീറ്റിംഗ്, ലെതറാണ്, ലെതർ സ്റ്റിയറിംഗ്, സ്പോട്ടി, ഓട്ടോ ഡിമിങ് ഡ്രൈവർ വ്യൂ മിറർ. ലെഫ്റ്റ് സൈഡിലൊരു പോർഷനുണ്ട്, പോർഷയ്ക്ക് സിമിലറായിട്ടാണ് എനിക്ക് തോന്നിയെങ്കിലും അത് ജസ്റ്റ് ഹീറ്റഡ് മിററിനോ ലാംപ്സിനോ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്, അത്ര വ്യക്തമല്ല, ഒരു റെഡ് ഇൻ കളർ, പകലായതുകൊണ്ട് അത്ര കാണുന്നില്ലെങ്കിലും. ഹർമൻ ഗാർഡൻ്റെ ഒരു 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റം ഉണ്ട്, അടിപൊളി സാധനം, ഫാൻറ്റാസ്റ്റിക്. പക്ഷേ ഇതിലൊന്നിലൊന്നുമില്ല കാര്യം. ഹോളിവുഡ് മൂവീസിലൊക്കെ പറയുന്ന പോലെ പോപ്പ് ദ ഹുഡ്. 2 ലിറ്റർ TSI 4-cylinder എഞ്ചിൻ, 241 ഹോഴ്സ് പവേഴ്സ്, 273 pounds of ടോർക്ക്. ഇന്ത്യയിലും യൂറോപ്പിലും ഇത് 20 ഹോഴ്സ് പവറെങ്കിലും കൂടുതലായിട്ടാണ് ഇറങ്ങാറ്. പക്ഷേ ഇതിനകത്തുള്ളത് 50 ലിറ്റർ ടാങ്കാണ്. ഫ്യൂൽ കൺസപ്ഷൻ ഞാനിപ്പോൾ പറയുന്നില്ല, ബട്ട് സർപ്രൈസിംഗ്ലി ബെസ്റ്റ്. കമ്പനി അവകാശപ്പെടുന്നത് 8.8 ലിറ്റർ പെർ 100 കിലോമീറ്റേഴ്സാണ്. ഇവിടെ ഇങ്ങനെയാണ് പറയാറ്. ഗ്രോസ് വെയ്റ്റ് ഒരു 2000 കിലോ, അത് 1960 കിലോ എങ്കിലും കാണും. ഈ ഗോൾഫ് GTI ഓട്ടോബാൻ ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ജർമ്മനിയിൽ തന്നെയാണ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്, ബട്ട് നോർത്ത് അമേരിക്കൻ സ്പെക്കാണെന്ന് മാത്രം. സൂക്ഷിച്ചു നോക്കിയാൽ ഈ ഹെഡ് ലാംപ്സിനും ടെയിൽ ലാംപ്സിലും ചെറിയ വ്യത്യാസങ്ങൾ കാണാം, പക്ഷേ സൂക്ഷിച്ച് നോക്കണം. വീൽസ് പറയുകയാണെങ്കിൽ 19 ഇഞ്ച് ക്വീൻ സ്റ്റോൺ മെഷീൻ അലോയ് വീൽസ്, സമ്മർ പെർഫോമൻസ് ടയർസാണ്, 235/35 R19. സൈഡ് പ്രൊഫൈൽ നല്ല ഷാർപ്പാണ്, കളർ സബ്ജക്റ്റീവ് ആണ്, എങ്കിലും എനിക്ക് എൻ്റെ മോണോടോൺ ഗ്രേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബട്ട് ബ്ലാക്ക് എപ്പോഴും ഒരു എവർഗ്രീൻ കളറാണ്. പണ്ടാര് പറഞ്ഞ പോലെ വെൻ ഇൻ ഡൗട്ട് ചൂസ് ബ്ലാക്ക്. അതുപോലെ കാലിപ്പേഴ്സ് നിങ്ങൾ റെഡ് കളർ കണ്ടിട്ടുണ്ട്, അത് റെഡ് കളർ ബിൽറ്റിൽ തന്നെ റെഡ് കളറാണ് വരുന്നത്. ഫ്രണ്ടിലും നല്ല ബോൾഡ് ഡിസൈനാണ്. നമ്മൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് പോളോ ഒക്കെ ആയിട്ടാണെങ്കിലും ഇത് അതിൽ ഒരുപാട് വരെയാണ്. ഫോക്സ്വാഗൻ്റെ എംബ്ലം എലിമിനേറ്റഡ് ആണ്, ലൈറ്റ് എത്തും, താഴെ ഹണികോം ഗ്രില്ലും ഉണ്ട്, അതിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തേക്കാണ്. പക്ഷേ ഡിസൈൻ 10 on 10. ഫോക്സ്വാഗൻ വണ്ടികളെല്ലാം മിനിമം ഓടിക്കാൻ ബെസ്റ്റ് ആയിരിക്കും, അതാത് സെഗ്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഈ വണ്ടി ഇത്രയും ചെറിയൊരു വണ്ടിയായിട്ട് പോലും നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്തു. വണ്ടി ഓടിക്കുന്നത് പോലെ സ്റ്റിയറിംഗ് നല്ല ടൈറ്റുമാണ്. സ്പോർട്ട് മോഡ് ഇട്ടാൽ കുറച്ചുകൂടെ ടൈറ്റ് ആകും. എനിക്ക് പെർഫോമൻസ് വണ്ടികൾ സ്റ്റിയറിംഗ് ടൈറ്റായിട്ടിരിക്കുന്നതാണ് എപ്പോഴും സേഫ് എന്ന് തോന്നാറുണ്ട്. ഇപ്പം ഞങ്ങൾ പോകുന്നത് ഒരു കൗണ്ടി വഴി ആണ്. എൻ്റെ ഒരു ഫേവറേറ്റ് റൂട്ടാണിത്. വണ്ടിയുടെ പൊട്ടൻഷ്യൽ അറിയാൻ പറ്റിയ ഒരു ഓപ്പൺ റോഡ് നോക്കിയുള്ള യാത്രയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഒന്ന് ശരിക്കും ഓടിച്ചു നോക്കാം, വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ ഒന്ന് അറിയുകയും ചെയ്യാം. ഇനി കാണുന്ന വീഡിയോ എനിക്ക് ലൈവായിട്ട് ഫീലായ റോ വീഡിയോ ആണ്. പ്ലീസ് എൻജോയ്. അങ്ങനെ ഞങ്ങൾ പോകെ ബീച്ച് പക്കത്തിൽ, ഗ്രിംസ്ബി എന്ന് പറയുന്ന ലൊക്കേഷനിലൊരു ബീച്ച് പക്കത്തിലെത്തി. ഇവിടെ നിന്ന് ബാക്കി എക്സ്റ്റീരിയർ ഷൂട്ടൂടെ നടത്താമെന്ന് വിചാരിച്ചു. ഫോഗ് ലൈറ്റ് അത് ഓഫായിരുന്നല്ലേ?
ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം ഹണി കോംബ് ഫോഗ് ലാംപ്സ് എംബ്ലത്തിനകത്ത് ലൈറ്റുണ്ട്. അത് പകലാണ്ട് അത്ര വ്യക്തമല്ല, പക്ഷേ എന്തായാലും കാണുന്നുണ്ട് അതിനകത്ത്. അങ്ങനെ എക്സ്റ്റീരിയർ റിവ്യൂസും ഡ്രൈവിംഗ് റിവ്യൂസും ഒക്കെ കഴിഞ്ഞ് ഈ കാറിൻ്റെ പ്രാക്ടിക്കാലിറ്റിയെ പറ്റിയായി ഞങ്ങളുടെ ഡിസ്കഷൻ. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വൈഫും അടങ്ങുന്ന 2 പേര് മാത്രമുള്ള ഫാമിലിയാണോ? ഞാൻ പറയും ഈ വണ്ടിയാണ് ബെസ്റ്റ്. അല്ല, ബേബിയെ വെയിറ്റ് ചെയ്യുന്നവരാണ്, എന്നാലും ദിസ് ഈസ് ദ ബെസ്റ്റ്. ഒരാൾക്കുള്ളത് ബാക്കിലിരുത്താലോ. ഇനി എയർപോർട്ട് യാത്രയുണ്ടോ? റെയർ സീറ്റ് 60-40 സ്പ്ലിറ്റാണ്. ഇതൊരു പെർഫെക്റ്റ് ഡെയിലിയാണ്, പെർഫെക്റ്റ് വീക്കെൻഡ് കാറുമാണ്. കോമ്പിനേഷൻ ഓഫ് ബെസ്റ്റ്, രണ്ടിൻ്റെയും ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. ഒരു വീക്ക്ലിയും ഒരു ഡെയിലിയും ഒരു വണ്ടി തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യമായിരിക്കും. ഇതൊക്കെ പറയാൻ കാര്യം, നമ്മൾ ഈ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഗുണങ്ങൾ വെച്ച് നിരത്തി നമ്മൾ തന്നെ ബാധിക്കും. വലിയ ഫാമിലിയാണ്, കുറച്ച് കുട്ടികളും ഉണ്ടെങ്കിൽ ഇതൊരു സെക്കൻഡ് കാറായിട്ട് അവിടെ കിടക്കാം. മറ്റേതിൻ്റെ ഒരു SUV എന്തെങ്കിലും വേണമല്ലോ. ഇതൊന്നുമല്ല, നമുക്കിതൊരു ഒറ്റ വണ്ടിയെ പറ്റത്തുള്ളൂ എന്ന് വെച്ചോ. ഈ വണ്ടിയുടെ ഓണറിന് 12 km/ലിറ്റർ കിട്ടുന്നുണ്ട്. ഞാൻ ഇത്ര അഗ്രസീവായിട്ട് ഓടിച്ചിട്ട് പോലും 10.8 കിട്ടുന്നുണ്ട്, 8 km/ലിറ്റർ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ണർ മാത്രം അടങ്ങുന്നൊരു ഫാമിലി ആണെങ്കിൽ ഐ സ്ട്രോങ്ലി സജസ്റ്റ് ഗോ വിത്ത് ദിസ് കാർ. ബിക്കോസ് ഒരു ബാഡ് ഡേ വന്ന് ജസ്റ്റ് വണ്ടി എടുക്കുക, ഹൈവേ ഇറങ്ങുക, ബെസ്റ്റ് തെറാപ്പി. എക്സോസ് നോട്ട് എങ്ങനെയുണ്ട്? കുറച്ച് സ്പീക്കറിൽ നിന്നും വരും കേട്ടാ. ചെറുതായിട്ട്. ഞാൻ ഇത്ര നേരം പറയാതിരുന്നു എന്നാണ്. പക്ഷെ വെളിയിൽ നിൽക്കുമ്പോഴേ വണ്ടി നമ്മള് നിന്നിട്ട് എടുത്തോണ്ട് പോകുമ്പോ എന്നെ അവള് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വെളിയിൽ എപ്പോഴും നിൽക്കും. എന്തിനാന്നറിയാ? എക്സോസ് നോട്ട് കേൾക്കാൻ. കിട്ടില്ല എക്സോസ് നോട്ടാ. എനിക്കറിയാം. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. Is it worth spending all the money on the new GTI? Again, I would say yes in Canada, because ഈ വണ്ടിയുടെ വില വരുന്നത് 43,000 CAD ഉള്ളൂ, ഇൻക്ലൂഡിങ് ടാക്സ് ഒരു $48,000, അപ്രോക്സിമേറ്റ്ലി ഒരു 28 lakhs and changes. പക്ഷേ ഇന്ത്യയിൽ ഈ വണ്ടിയുടെ വില 65 lakhs ആണ്, നമ്മുടെ ടാക്സസ് ഉൾപ്പെടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം, ഈസ് ഇറ്റ് വർത്ത്? അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ടേക്ക് മൈ അഡ്വൈസസ് ഓൺ യുവർ ഓൺ റിസ്ക്. ഇനി സന്ധിക്കും വരെ ബൈ.